ഡയറ്റ് ചെയ്യുന്നവർക്ക് മാത്രമുള്ള വീഡിയോ ആണ് വെയ്റ്റ് ലോസ്. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ സിമ്പിളായിട്ട് എങ്ങനെ ഒരു സാലഡ് ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിനാദ്യം തന്നെ നമ്മുടെ കുക്കുംബർ നമ്മളൊന്ന് ചെത്തി റെഡിയാക്കണതിന്. ഇത് ശരിക്കും മുഴുവനും ആവശ്യമില്ല, പകുതി മതി, പകുതിയിൽ താഴെ ആയാലും മതി. നമ്മൾ ഒരുപാട് പച്ചക്കറി കണ്ടിച്ച് നമ്മൾ വേസ്റ്റാക്കി കളയേണ്ട കാര്യമില്ല. ഇത് കണ്ടില്ല, ഇത്രയും മതി, ധാരാളം. ഇനി ഇതിൻ്റെ തൊലി ഒന്ന് കളഞ്ഞേക്കുക. ക്യാരറ്റ് ഇത് മുഴുവൊന്നും വേണ്ട, ഒരു പകുതി ഇത്രയും മതിയാവും, ധാരാളം. ഇതിൻ്റെ തൊലി നമുക്കൊന്ന് കളഞ്ഞേക്കാം. കണ്ടോ? ഇനി നമുക്ക് ഇവനെ ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിയാം. പൊളന്നിട്ട് അരിയണമായിരിക്കും നല്ലത്. മുറുക്കിയതുപോലെ ആണ്, ചെറുതായിട്ട്, ഒരുപാട് ചെറുതാക്കണമെന്നില്ല. ഇനി ഈ കുക്കുംബറും ജസ്റ്റ് ഒന്ന് മുറുക്കുക. ചില ആൾക്കാർക്ക് ഇതിനകത്ത് അരി ഇഷ്ടമില്ലാത്തവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം ഇത് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയണമെങ്കിൽ കളയാം. ചില ആൾക്കാർക്ക് അത് ഇഷ്ടമല്ല ഇതിൻ്റെ അകത്തെ. ഇനി ഇത് നമുക്കിതുപോലെ ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് ഇതിനകത്തേക്ക് വാരിയിടാം. ഒരു ബൗളിനകത്തേക്ക് വാരിയിടുക. കുക്കുംബർ ആണെങ്കിൽ കുക്കുംബർ, ബ്ലൂബെറി, ഞാൻ കുറച്ച് ബ്ലൂബെറി കൂടി ആഡ് ചെയ്യുകയാണ്. കണ്ടില്ലേ, ബ്ലൂബെറി കൂടി ഇട്ട് നമ്മൾ. പിന്നെ ഒരു നാരങ്ങ നമ്മൾ എടുക്കുക. ഇത് മൊത്തം ഒന്നും പിഴിഞ്ഞൊഴിക്കരുത്, കാരണം കംപ്ലീറ്റ് ടേസ്റ്റും പോകും. ഒരുപാട് നാരങ്ങ ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇത്രയും ഭാഗത്തു നിന്നുള്ളത് മാത്രം ഒഴിച്ചാൽ മതി. കണ്ടോ, ഇത് തന്നെ കൂടുതലാണ്. നമ്മൾ ജസ്റ്റ് ഇതിനകത്തേക്ക് 3-4 തുള്ളി ഒട്ടിക്കുക, ഒരുപാട് ഒഴിക്കരുത്. പിന്നെ ആവശ്യത്തിന് മാത്രം ഉപ്പ്, കൂടരുത്, കുറച്ച്. ഉണ്ടോ, ഇത്ര തന്നെ ധാരാളമാണ്. പെപ്പർ പൗഡർ ഉണ്ട്, ശകലം എടുത്തോളൂ, ഞാൻ ഒരുപാട് ഇടരുത്. ഒരുപാട് ഇട്ട് നമ്മൾ അതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ നഷ്ടപ്പെടും. ഇത് തന്നെ കൂടുതലാണ്. കണ്ടോ? ഇനി ഒരു സ്പൂണ് കൊണ്ട് നല്ലോണം ഒന്ന് ചിക്കുക. വളരെ ഈസി ആയിട്ട് നമ്മളിത് സാലഡ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് കഴിച്ച് നോക്കുകയാണ്. ഫസ്റ്റ് ബൈറ്റിൽ തന്നെ നമുക്ക് ഫീൽ ചെയ്യും. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഓവർ കോംപ്ലിക്കേഷനിലോ നമ്മൾ ഒരുപാട് അരിഞ്ഞു കൂട്ടി വെക്കുകയും ചെയ്യരുത്. ഇതെല്ലായിടത്തും വേസ്റ്റ് കളയുന്നത്. കാരണം നമുക്ക് ഒരു പ്രശ്നമുണ്ട്, കണ്ടുമാനം കണ്ടു നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കുറേശ്ശെ ഉണ്ടാക്കുക. അത് ടേസ്റ്റോടുകൂടി പൂർണ്ണമായിട്ടും കഴിക്കാം. ബൈ ബൈ.